വേണ്ട, നമ്മളിന്ന് വളരെ അപൂർവമായിട്ടൊരു നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞാണ് ഇന്ന് കാശിപുരം വനശാസ്താവ് ക്ഷേത്രം ആലക്കാട്. നല്ല പ്രകൃതിയോടെ ഇണങ്ങി നിൽക്കുന്ന ഒരു അമ്പലം. പക്ഷെ വരുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ഉള്ള സ്ഥലം. ഇവിടെ കുറച്ച് സ്റ്റെപ്പെല്ലാം ഇറങ്ങാനുണ്ട്. അതുകൊണ്ട് ഈ പ്രായമായവർക്ക് മുട്ടുവേനുള്ളവർക്കെല്ലാം ഇതുവഴി ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ അപ്പുറം വേറെ സ്ഥലം ഉണ്ടായിരിക്കും ശരിക്കും. ഇതേമാതിരി വേറെ റോഡ്. അതുകൊണ്ടിപ്പം അമ്മയെല്ലാം മുകളിൽ ഇരുന്നിട്ടാണ് ഉള്ളത്. നമുക്ക് മുട്ടുവേനുണ്ട്. താഴെ എത്തുമ്പം നല്ല തെളിനീര്, നല്ല ഒഴുക്ക് ഉള്ള ഒരു ഇത് കാണിച്ചു തരാം. അതായത് ആലക്കോട് ശ്രീ വനശാസ്താവ് ക്ഷേത്രം. വേറൊന്നും അതിൻ്റെ പേര് ഇതാ. നമ്മളിപ്പം ഇവിടെ അടുത്തെത്തിയിരിക്കുന്നു. കാശിപുരം ശ്രീ വനശാസ്താവ് ക്ഷേത്രം ആലക്കോട്. ആ സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞപ്പം ഇവിടെ താഴെ എത്തിയപ്പോൾ നല്ല തെളിനീര്, നല്ല എന്താ പറയുക, നല്ലൊരു ശുദ്ധ വെള്ളം നിങ്ങൾക്ക് കാണാം. അസ്മിത ഇതാ നമുക്ക് അൻപി വെള്ളം ഇങ്ങനെ വെള്ളം കോരിച്ച് മുഖമെല്ലാം കയറി. ഓക്കെ ചേച്ചി സൈഡിലെ പോലെ വഴുക്കും ഇങ്ങോട്ട് ചെരുപ്പിടാൻ പാടില്ല. ചെരുപ്പിനി ആടെ ഞാനും വരണ്ട. സ്ലിപ്പ് ഞങ്ങളിവിടെ എത്താൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ സമയം വളരെ വൈകി, 1 മണിയായി. അപ്പോൾ ഇവിടുത്തെ ഒരാൾ പറഞ്ഞു ഉച്ച സമയത്ത് ഇത് അമ്പലത്തിൽ കയറണ്ട എന്നാണ് പറഞ്ഞത്. പൂജ ഇതെല്ലാം രാവിലെ കഴിഞ്ഞു. ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം
വനത്തിൻ്റെ ആ നടുക്ക് ഒരു കാവ് പോലെയുള്ള ഒരു ഇതിൽ ശരിക്കും ആ ഒരു പേര്, അതായത് കാശിപുരം ശ്രീ വനശാസ്താവ് ക്ഷേത്രം എന്ന് പറയുമ്പോൾ ആ വനത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ശാസ്താവ്, അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. ഇത് ഞാൻ ലൊക്കേഷൻ ഇതിൽ ഷെയർ ചെയ്യാം, നിങ്ങളും വരിക, വന്നിട്ട് ഈ നമ്മുടെ പയ്യന്നൂരിനടുത്തുള്ള ഈ ഒരു സ്ഥലത്ത് ഇതിൻ്റെ ആ ഒരു എന്താ പറയുക പോസിറ്റീവ് എനർജി, ആ ഒരു വൈബ് നമുക്ക് അത് അനുഭവിക്കാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മുടെ ആലക്കോടിൻ്റെ പ്രകൃതി ഭംഗിയോടെ അനുയോജ്യമായ രീതിയിൽ നിങ്ങൾക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇതിൽ തന്നെ കാണാം. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ തെളിനീരുള്ള ഈ വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് നിന്നുള്ള ശ്രീ കാശിപുരം ശ്രീ വനശാസ്താവ് ക്ഷേത്രം ആലക്കാട്, അതിൻ്റെ വിശേഷങ്ങളാണ് ഈ കണ്ടത്. അപ്പോൾ എല്ലാവരും പറ്റുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പോസിറ്റീവ് എനർജി അനുഭവിച്ചറിയുക. സമയം 1:10 ഓക്കെ അല്ലേ? അവനെ കൈപിടി മെല്ലെ. കുറെ സ്റ്റെപ്പ് ഉണ്ടല്ലേ? പക്ഷെ അടുത്തടുത്ത സ്റ്റെപ്പ് ആയതുകൊണ്ട് എളുപ്പം അല്ലേ? പക്ഷെ മുട്ടുവേദനയില്ലവർക്കും കുറച്ച് പ്രായമുള്ളവർക്കും ഇതുവഴി ഇറങ്ങാൻ ബുദ്ധിമുട്ടും അല്ലേ? നമ്മളിത് 3ാമത്തെ പ്രാവശ്യം കയറി ഇറങ്ങുന്നത്.